ഇങ്ങനെ അല്ല വേറെ വിഷയം എന്ന് പറഞ്ഞാല് അന്നെ മാട്ടീസാക്കല്ലത് അനക്ക് 4 കച്ചവടം കിട്ടാനാണ്. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമുക്ക് ഇപ്പതാ നമ്മളുമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ്സ്, സാഡ്ജറ്റ്സ്, ക്യാമറ, ആക്സസറീസ് എല്ലാ സംഭവങ്ങളും. ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ മൈക്ക് വാങ്ങുകയാണെങ്കിൽ, ഒരു യൂട്യൂബ് നോക്കുന്ന ആൾ മൈക്ക് വാങ്ങുകയാണെങ്കിൽ, ഒരു സ്റ്റാൻഡ് വാങ്ങുകയാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ നമുക്ക് ഏറ്റവും നല്ല പ്രൈസിൽ നമുക്ക് സാധനം തരുന്ന ഒരു ഷോപ്പാണ് ലംബൂസ് ക്യാമറാസ്. ഇപ്പോൾ ലംബൂസിൻ്റെ ഒരു ഗിവ് അവേ ഇൻസ്റ്റാഗ്രാമിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുരുവായൂർ ഇപ്പോൾ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് ഷോപ്പുണ്ട്, തൃശ്ശൂർ ഇനി വരാനും പോകുന്നുണ്ട്. അപ്പോൾ പുതിയ ഷോപ്പാണ്. ഏതൊരു ചെറിയ യൂട്യൂബറും ഇതൊന്ന് മാറ്റി വെച്ചോ. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടന്റ് ക്രിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് സ്റ്റാൻഡ്, വടികൾ, കുന്തങ്ങൾ, അതുപോലെ തന്നെ ഈ മൈക്ക് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ലൈറ്റ്സ് ഒക്കെ ഇതും അവിടെ ഉണ്ട്. ഇനി അതല്ല നിങ്ങൾ ഏറ്റവും പീക്ക് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു സൽമാനെ പോലുള്ള ഒരു വീഡിയോഗ്രാഫർ ആയിരിക്കട്ടെ, വലിയ ക്യാമറകളിൽ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന ഒരു വീഡിയോഗ്രാഫറാണ്, അല്ലെങ്കിൽ വലിയ ക്യാമറകൾ വെച്ച് ഡയറക്ഷൻ ചെയ്യുന്ന നിഹാലിനെ പോലുള്ള ഒരു ഡയറക്ടർ ആയിരിക്കട്ടെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഏത് ക്യാമറകൾ വരെ ഉണ്ടാവും? അരി അതൊന്നാണ് പറയല്ലേ, ഇവരുള്ള അരി ഇല്ലാതാക്കല്ലേ? അല്ല, അത് വേണമെങ്കിൽ ഇവർ അറേഞ്ച് ചെയ്തെടുക്കും. അല്ല ഉണ്ട്, അതിന്റെ അതൊക്കെ മൂപ്പര് എടുത്തെടുക്കും. അരി എന്ന് പറഞ്ഞാൽ ARRI എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ടോ? ഓക്കെ. സൽമാൻ, ഏതൊക്കെ ക്യാമറ ഉണ്ട് ലംബൂസിൽ? എല്ലാ ക്യാമറ ഉണ്ട്. ക്യാമറ ആവശ്യങ്ങൾ ഇജ്ജ് അവിടെ പോണതാണല്ലോ, എനിക്ക് കണ്ടാൽ മനസ്സിലാവില്ല. എന്തൊക്കെ ഉണ്ട്? എല്ലാ ക്യാമറ, ലെൻസ്, അതേപോലെ മൈക്ക്, എല്ലാ സാധനങ്ങളും. ലെൻസ്, മൈക്ക്. ഇതുവരെ പോയിട്ടില്ല. ഓക്കെ. അപ്പൊ ജിമ്മി ഇപ്പൊ അടുത്ത് ലെൻസും ക്യാമറയൊക്കെ എടുത്ത് അവിടുന്നാണ്. അപ്പൊ അവിടുന്ന് നഷ്ടപ്പെട്ട ഗോപ്രോക്ക് പകരം ഒരു സമ്മാനം അഫിക്ക് വന്നിട്ടുണ്ട്. ബാ. അപ്പൊ ഈ ഒരു ഉപഹാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ SLC പരീക്ഷയിലും +2 പരീക്ഷയിലും തിളക്കമാർന്ന വിജയം കാഴ്ചവെച്ച് നാടിന്റെ പൊന്നോമനയായി മാറി ഇപ്പോഴും എന്ത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിലും ഡിഗ്രിക്ക് അപേക്ഷിക്കാതെ, ഏത് സ്ഥാപനങ്ങളിലും കോഴ്സിന്റെ മാർഗങ്ങൾ സ്വീകരിക്കാതെ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും എന്താണ് ഫീസ് എന്നറിയാതെ ഇങ്ങോട്ട് വിളിക്കുന്ന എല്ലാ കരിയർ ഗൈഡൻസിന്റെ ആൾക്കാരെയും തിരിച്ച് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് എന്തെന്നറിയാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ വീടിന്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന +2 വരെ കിടിലം മാർക്ക് നേടി നാളെന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്തം വിട്ടിരിക്കുന്ന അഫീഫിന് ഒരു അടിപൊളി സമ്മാനം. പൊട്ടിച്ചാണ്. അപ്പൊ ലംബൂസിന്റെ പേജ് ഇപ്പൊ ഫോളോ ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ ഒരു 17 Pro ഉണ്ടായിരുന്നല്ലോ. അടക്ക്. അപ്പോൾ ലംബൂസിൻ്റെ പേജ് ഇപ്പോൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു iPhone 17 Pro സമ്മാനമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെയുള്ള ഗാഡ്ജറ്റുകൾ സമ്മാനമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതും അല്ലെങ്കിൽ 1 ലക്ഷം രൂപേൻ്റെ ചെക്ക് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ ഗിവ് അവേ ഫിറോസോ ഗുഡ് വെക്കേഷൻസിൻ്റെ ഗിവ് അവേ ഫിറോസ് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിക്കാണ് കിട്ടിയത്. അപ്പോൾ വളരെ ഡിസർവിങ് ആയിട്ടുള്ളൊരു വിന്നറായിരുന്നു മൂപ്പര്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പോയാലൊരു ഫോളോ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ സമ്മാനങ്ങൾ കിട്ടുന്നതാണ്. കേട്ടോ ജിമ്മി എവിടുന്ന് ഇങ്ങനെ വെക്കണം? അവിടെ കിട്ടോ? തിരിച്ചു വെക്കാം. എല്ലാരും കയ്യും വെക്ക്. റോഡുണ്ട്. ഇത് വലിയ റോഡല്ല, വലിപ്പമില്ല. ഇല്ല ഇത് കുഞ്ഞു റോഡാ. വലുതാവുണ്ടാവും. ഇതെന്താ? അത് ഇത് ബാറ്ററി അല്ല, എക്സ്ട്രാ ബാറ്ററി. അല്ല, ബാറ്ററി ഒന്ന് ഇതിലും ഉണ്ടാവും, ഒന്ന് 60 ഉണ്ടാവും. മാനുവൽ യൂസ്.
ഇതെന്താ നോക്കണേ യൂസർ മാനുവല് വിൻഡോസ് ഇല്ലല്ലോ അപ്പൊ സെറ്റപ്പ് തുറക്കട്ടെ ഇത് നിന്റെ പവർ ബാങ്ക് ചാർജ് കേസ് ഇതില് ബാറ്ററി ഉണ്ടല്ലോ അല്ല ഒന്ന് അതും ഒന്ന് ഇതിന്റെ ഉള്ളിലുണ്ടാവും അല്ല അതിൽ രണ്ടെണ്ണം ഉണ്ടാവില്ല ചാർജിങ് കേസ് അതിൽ ചാർജ് ചെയ്യാൻ ഇത് സി ടൈപ്പ് ആക്കിയിട്ട് ഡോക്ടറിന് കുത്തലാവൂലേ ഇതിങ്ങനെ അല്ല സാധനം ലാസ്റ്റ് എന്താ പറയണേ ഇതിലെന്താ 3 ബാറ്ററി എന്തോ ഉണ്ട് കേട്ടോ 3 ബാറ്ററി ഞാൻ പറഞ്ഞില്ലേ 3 ബാറ്ററിയോ പറഞ്ഞിനി അല്ലേ 1 എക്സ്ട്രാ ബാറ്ററി വെച്ചിട്ട് പറഞ്ഞു എന്താ പറയണ നിങ്ങള് അപ്പൊ നിയാലിന്റെ ഒരു സീം വ്ളോഗ് വരാണ്ട് കേട്ടോ. അതായത് അച്ചുവിനോടാണ് എനിക്ക് പറയാനുള്ളത്. ഇജി വ്ളോഗ് മറ്റേ ഫുക്കറ്റിൽ കിടന്ന് കാണുന്നുണ്ടാവും. ഒരു വ്ളോഗ് എടുത്ത് ഞങ്ങളവിടുന്ന് പറ്റിച്ച് പട്ടിക്കലാസാക്കിയിട്ട് പോയിക്കണ്. ആ വ്ളോഗ് ഇതുവരെ അപ്ലോഡ് ആക്കിയില്ല. അപ്പോൾ അച്ചു ലിയും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൊരു വ്ളോഗ് ഇടാൻ പോയിക്കണം. എല്ലാവരും കമൻറ്റ് ഇടണം അച്ചു ലിയാനെ വ്ളോഗ് ഇടാൻ പറഞ്ഞിട്ട് എല്ലാവരും ഓലെ ഓർമ്മിപ്പിക്കണം. കാരണം ഒരു കിഡിലും വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട് ഓല് രണ്ടാളും ഇവിടുന്ന് പോയിക്കണം. അപ്പോൾ ഓലിപ്പോൾ ഫുക്കറ്റിൽ കൈരളി ട്രയൽസിൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും കമൻറ്റ് ഇട്ടാണ്ട് പോലെ വെറുപ്പിച്ചാൽ ആ വ്ളോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ആ വ്ളോഗ് അങ്ങോട്ട് തന്നെ പോകും.